ഇപ്പൊ ഭരണം ഉണ്ടായി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അണികളെ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയും പാർട്ടി നേതാക്കന്മാർക്കില്ല. ഞങ്ങൾ ആരിപ്പം നിൽക്കേണ്ടതെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയുന്നില്ല. ഏതാണിതൊരു മതേതര പാർട്ടി എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ NCP എന്നുള്ള എല്ലാ അവകാശങ്ങളും രാജിവെച്ച്, ഞാൻ വള്ളിക്കുന്ന് ബ്ലോക്ക് പ്രസിഡന്റാണ്, NCPന്റെ വള്ളിക്കുന്ന് ബ്ലോക്ക് പ്രസിഡന്റാണ്. ആ ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പുതിയ തീരുമാനം തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജിന്റെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത് അൻവർ സാഹിബാണ്. ആ അൻവർ സാഹിബിന്റെ പാർട്ടിക്ക് പോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങൾ പോവുക എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. കാരണം നമുക്കൊരു ഒരു ഒരു നിലപാട് വേണം. പാർട്ടിയായി ഏത് പാർട്ടിയായാലും നമുക്കൊരു നിലപാട് വേണം. അണികളെ റൂട്ടുമിലിട്ട് വെക്കാൻ പാടില്ല. അതാണ് നമ്മളെ ഉദ്ദേശം. അതൊരു നിലപാട് വേണം. ഒരു നിലപാടിൽ നിൽക്കുക. നമ്മൾ ഒരു ജനാധിപത്യ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, ഒരു നെഹ്റു പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളൊരു നിലപാട് ഉറച്ചിക്കുക. ഞങ്ങളൊക്കെ നെഹ്റു പാരമ്പര്യത്തിൽ ഉറച്ചിക്കുന്ന ആളുകളാണ്. കുട്ടിക്കാലം മുതൽച്ച് 12 വയസ്സ് മുതൽച്ച്. ബ്ലോക്ക് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മേമൻ, ഒന്ന് ഞാൻ, ഒരു പെരുവള്ളൂർ പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് TK മുജീബ് റഹ്മാൻ, മൂന്നൂർ മണ്ഡലം പ്രസിഡന്റ് പൂക്കാട് ഉസ്മാൻ, ജില്ലാ കമ്മിറ്റി മെമ്പർ സാപ്പി മേമൻ തിരുവള്ളൂർ, NYCന്റെ തിരുവള്ളൂർ മണ്ഡലം TK മുജീബ് റഹ്മാൻ. അതോടനുബന്ധിച്ചുള്ള കുറെ ആളുകളും, ആളുകളെ പേര് എണ്ണി പറയാൻ പറ്റൂല, കുറെ ആളുകളും. അതിപ്പോ NCPനെ സംബന്ധിച്ച് പറയണേ വലിയൊരു ആൾക്കൂട്ടുള്ള ഒരു പാർട്ടി ഒന്നുമല്ലല്ലോ. അപ്പൊ അതിൽ കുറഞ്ഞ് എന്തായാലും ആട്ടെ ഒരു 10-60 ആള് 70 ആളുള്ള കുറച്ച് വിഭാഗം ആളുകൾ ബ്ലോക്ക് പ്രസിഡന്റിന്റെ കൂട്ടത്തിൽ പോരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സത്യസമാധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകരാണ്. ഒരു അതിൽ നാരനായിട്ടോ കച്ചറയോ ഒന്നുമില്ലാത്ത ഒരു സത്യസന്ധതയിൽ കുടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരാണ്. ആ പ്രവർത്തനം ശരിയല്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഇതിന് പിന്മാറേണ്ടി വന്നത്. മന്ത്രിസഭയിൽ ഒരു അഭിപ്രായം, നല്ല അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞാൽ 5 കൊല്ലം നല്ല ഭരണേ, 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വളരെ മോശമാണ് ഭരണം, വളരെ മോശമാണ്. കാരണം നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു ആവേശം ഉണ്ടായിരുന്നു 5 കൊല്ലം. ആ ആവേശത്തിന് നശിപ്പിച്ച് LDF മൊത്തത്തിൽ, NCP അടക്കം മറ്റുള്ള ഘടകകക്ഷികൾ അടക്കം പ്രവർത്തനമില്ല. ഇപ്പൊ പൊതുജനങ്ങൾക്ക് ദ്രോഹമായിട്ടേ കാണുന്നുള്ളൂ, ഗുണമായിട്ടൊന്നും കാണുന്നില്ല. മുഴുവൻ വന്നിട്ടില്ല. അത് എന്താ വെച്ചാല് മുഴുവൻ വരാൻ സാധ്യത അങ്ങനെയല്ലല്ലോ. മുഴുവൻ വന്നോളൊന്നൊന്നുമില്ലല്ലോ ഒരു പാർട്ടിയിൽ ഉണ്ടാവും, ഒരു പാർട്ടിക്ക്. അത് സാറിന് ഞങ്ങൾക്കൊന്നും ഒരു പാർട്ടി കൊണ്ട് ഒരു ലാഭത്തിന് നിൽക്കുന്ന ആളുകളല്ല. ഞങ്ങളൊക്കെ സ്വന്തം പൈസ കയ്യിൽ നിന്ന് എടുത്തിട്ട് പാർട്ടി ഉണ്ടാക്കിയ ആളുകളാണ്. തൃണമൂൽ കോൺഗ്രസ് ഇപ്പൊ നിലവിൽ കേരളത്തിൽ അൻവർ സാഹിബിന്റെ ആ നേതൃത്വത്തിൽ വന്ന്, അത് ആ പാർട്ടിന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. ആ പാർട്ടിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചും ചെയ്തു. അപ്പൊ ഞങ്ങള് ഈ പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും മാങ്ങി തിന്നണം, കിട്ടണം എന്നുള്ള ആഗ്രഹക്കാരല്ല. പൊതുജനങ്ങൾക്ക് ഗുണം കിട്ടണം. ആ പൊതുജനങ്ങളെ ഗുണത്തിനാണ് ഞങ്ങളൊക്കെ ആശിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ പാർട്ടിയിലേക്ക് വരികയാണ്. അൻവർ ഇങ്ങോട്ട് വിളിച്ചതല്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ പാർട്ടിക്ക് വരാം, നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അതിന്റെ അൻവറിന്റെ പാർട്ടിക്ക് ഞങ്ങൾ പോകുന്നത് വെച്ചാൽ അൻവറിന്റെ നിലപാട് നന്ന്, ആ നിലപാടിന് ഒരു സത്യം തുറന്ന് പറഞ്ഞു. ആ സത്യം തുറന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾ, അത് ബോധമുള്ള ജനങ്ങളെ അംഗീകരിക്കണം. സത്യം തുറന്ന് പറഞ്ഞു. ഈ ഒരാള് എന്തെങ്കിലും കളവ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ട് നമുക്ക് വല്ല സ്വകാര്യത്തിന്റെ പെരയിൽ പോയിട്ട് ഉണ്ടാതിരിക്കണ ഒരു സ്വഭാവം ഉണ്ടാകരുത്. കളവുണ്ടെങ്കിൽ കളവ് വിളിച്ചു പറഞ്ഞോ, കക്കുണ്ട് എന്ന് തന്നെ പറയണം. നല്ല നാട്ടിന് ഒരു ഗുണം വികസനമൊക്കെ ഉണ്ടാവുള്ളൂ. ഇവൻ കട്ടുപോയതിന്റെ വികസനം ഉണ്ടാവുമോ?
അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയൊരു ദോഷ ചെയ്യുന്ന ആളാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല. ഞാൻ എൻ്റെ കാര്യം സത്യം എന്ന് പറഞ്ഞാൽ അത് സത്യമാണ് ഓമാക്ക പറഞ്ഞതെന്ന് മനസ്സിലാക്കണ 100-ൽ 40% ഉണ്ടാവുമല്ലോ. അൻവറിനെ വിശ്വസിച്ചവരൊക്കെ പോരും. ഇപ്പൊ എന്താ പറയാ, ഇന്നലെ ഞങ്ങൾ ഒരു വാട്സപ്പ് ബുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 100 ചില്ല കുട്ടികൾ ഇപ്പൊ ആ വാട്സപ്പ് കയറിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കയറിയാൽ മതി എന്നാ ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ കയറിയത് ആ കുട്ടിനോട് ചോദിച്ചിട്ട് ആ കുട്ടി എന്താ പറയാ ഒരു CPM അനുഭാവിയാണ്. അതൊക്കെ പാർട്ടി വിട്ടു. അത് സ്ഥാനത്തില്ലാത്തതുകൊണ്ട്, നാട്ടിലിപ്പോ സ്ഥാനത്തില്ലാത്തത് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൂ. ഞങ്ങള് പവാറ്, വലിയ പവാറ്, അതാണല്ലോ വലിയ പവറ്. പിന്നെ ഉണ്ടായതല്ല ചെറിയ പവർ.